السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. സൂറത്ത് അബസയിലെ അവസാന ഭാഗമാണ് നമ്മൾ പഠിക്കാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. فإذا جاءت الصاخة يوم يفر المرء من أخيه وأمه وأبيه وصاحبته وبنيه لكل امرئ منهم يومئذ شأن يغنيه فإذا جاءت الصاخة فإذا جاءت എന്നാൽ വന്നാൽ ജാ എന്ന് പറഞ്ഞാൽ വന്നു എന്നാണ്. ഫഇദാ ജാഅത് എന്നാൽ വന്നാൽ അസ്സാഖ ചെകിടടക്കുന്ന ശബ്ദം. സാഖ തീവ്രമായ ശബ്ദമാണ്, അതാണ് സാഖ എന്ന് പറഞ്ഞത്. ഫഇദാ ജാഅത്തി സാഖ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി. യൗമ യഫിറു പേടിച്ച് ഓടിപ്പോകുന്ന ദിവസം. ഫറ എന്ന് പറഞ്ഞാൽ പേടിച്ച് ഓടിയിരുന്നു. ഫറ അതിനാണ് യഫിറു വന്നത്. യൗമ യഫിറു പേടിച്ച് ഓടിപ്പോകുന്ന ദിവസം. അൽ മർഉ മനുഷ്യൻ. മർ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, ഇൻസാൻ എന്നൊക്കെയുള്ള അർത്ഥം തന്നെ. മിൻ അഖീഹി മിൻ അഖീഹി തൻ്റെ സഹോദരനെ വിട്ട്, അല്ലെങ്കിൽ തൻ്റെ സഹോദരനിൽ നിന്ന്. അഖ് എന്ന് പറഞ്ഞാൽ സഹോദരൻ, അഖീഹി എന്ന് പറഞ്ഞാൽ അവൻ്റെ സഹോദരൻ. മിൻ അഖീഹി അവൻ്റെ സഹോദരനിൽ നിന്ന്, അല്ലെങ്കിൽ അവൻ്റെ സഹോദരനെ വിട്ട്. അപ്പം മനുഷ്യൻ തൻ്റെ സഹോദരനെ വിട്ട് ഓടിപ്പോകുന്ന ദിവസം. വ ഉമ്മിഹി വ അബീഹ്. വ ഉമ്മിഹി തൻ്റെ മാതാവിനെയും ഉമ്മയെയും. വ അബീഹ് തൻ്റെ പിതാവിനെയും. ഹി എന്ന് പറഞ്ഞാൽ അവൻ്റെ എന്നുള്ള അർത്ഥമാണ്. വ ഉമ്മിഹി വ അബീഹ് അവൻ്റെ മാതാവിനെയും പിതാവിനെയും വിട്ട് ഓടിപ്പോകുന്ന ദിവസം. വ സാഹിബതിഹി വ ബനീഹ്. സാഹിബത്ത് സാഹിബത്ത് എന്ന് പറഞ്ഞാൽ ഭാര്യയാണ്. സാഹിബ് സാഹിബത്ത് കൂട്ടുകാരൻ എന്നാണ് അർത്ഥം. സാഹിബത്ത് അപ്പോൾ ജീവിതത്തിലെ കൂട്ടുകാരൻ, അതാണ് ഉദ്ദേശിക്കുന്നത്. വ ബനീഹി ബനി എന്ന് പറഞ്ഞാൽ ഇബ്ന് എന്നതിൻ്റെ ബഹുവചനമാണ് ബനി. ഇബ്ന് അബ്നാ ബനീഹ് മക്കൾ എന്നർത്ഥം. ബനീഹി തൻ്റെ മക്കളെയും. വ സാഹിബതിഹി വ ബനീഹ് തൻ്റെ ഭാര്യയെയും തൻ്റെ മക്കളെയും വിട്ട് ഓടിപ്പോകുന്ന ദിവസം. യൗമ യഫിറു എന്നുള്ളതിലേക്കാണ്. ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നു യുഗ്നീഹ്. ലികുല്ലി ഇംറിഇൻ, ഇംറ് എന്ന് പറഞ്ഞാൽ നേരത്തെ വന്നല്ലോ, മനുഷ്യൻ. ലികുല്ലി ഇംറിഇൻ ഓരോ മനുഷ്യനുമുണ്ട്. കുല്ല് എന്ന് പറഞ്ഞാൽ എല്ലാം, അല്ലെങ്കിൽ ഓരോ, രണ്ടാശയമുണ്ട്. ലികുല്ലി ഇംറിഇൻ ഓരോ മനുഷ്യനുമുണ്ട്. മിൻഹും അവരിൽ നിന്ന്. അവർ എന്ന് പറഞ്ഞാൽ ഈ ഖിയാമത്ത് നാളിൽ ഓടിപ്പോകുന്ന ആളുകൾ. യൗമ ഇദിൻ അന്ന്. ഷഅ്നുൻ കാര്യം അല്ലെങ്കിൽ വിഷയം എന്നൊക്കെ പറയും. ഷഅ്നുൻ കാര്യം അല്ലെങ്കിൽ വിഷയം. യുഗ്നീഹി അഗ്ന യുഗ്നി എന്നാണ്. അഗ്ന ഗനി എന്നൊക്കെ അതിൽ നിന്ന് വന്നതാണ്. അനി എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളത് അവൻ്റെ അടുത്തുള്ളവനാണ് എന്ത്? ഗനി, ധനികൻ നമ്മൾ പറയണതാണ്.
യുഗ്നീഹി അവന് മതിയാവുന്ന അത്ര, യുഗ്നീഹി അവന് മതിയാവുന്ന അത്ര, ലികുല്ലി ഇംരിഇൻ ഓരോ മനുഷ്യനുമുണ്ട്, മിൻഹും അവരിൽ നിന്ന്, യൗമഇദിൻ അന്ന്, ഷഅ്നുൻ യുഗ്നീഹി അവന് മതിയാവുന്നത്ര വിഷയം. അപ്പോൾ അവരിൽ പെട്ട ഓരോ മനുഷ്യർക്കും അവന് മതിയാവുന്നത്ര വിഷയം അന്നുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഓടണമെന്ന് പറഞ്ഞത്. ഫഇദാ ജാഅത്തിസ്സാഖ, ഇതുവരെ ദുനിയാവിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത് അല്ലേ? ഭക്ഷണത്തെക്കുറിച്ചാണല്ലോ പറഞ്ഞു. ഹദായിഖ ഗുൽബാ ഫാകിഹത്തുൻ വഅബ്ബാ മതഅൻ ലക്കും വലിഅൻആമിക്കും. ദുനിയാവിൽ നിന്ന് നേരെ ആഖിറത്തിലേക്ക് പോവുകയാണ്. അതാണ് അവസാനത്തെ ഭാഗം. എന്ന് വെച്ചാൽ ഇവിടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് സത്യത്തിൽ ഈ ദുനിയാവിലുള്ള എല്ലാ വിഭവങ്ങളുടെയും അവസാനം ഇതാണെന്ന് പറയാനാണ്. നിങ്ങൾ തിന്നാലും കുടിച്ചാലും സുഖിച്ചാലും ഒക്കെ അവസാനം ഇതാണ്, ഇനി പറയാൻ പോകുന്നതാണ് എന്നുള്ളതാണ്. ഫഇദാ ജാഅത്തിസ്സാഖ, സാഖ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ചെകിടടക്കണ ശബ്ദമാണ്. ചെവിടിൽ ഒരു ചെറിയ പാടുണ്ട്, ആ പാട പൊട്ടി തുളച്ചു പോകുന്ന ശബ്ദമാണ് സാഖ. ഭയങ്കര ഒരു ശബ്ദമുണ്ട്, ചെവിട് പൊട്ടിപ്പോയി എന്നൊക്കെ നമ്മൾ പറയില്ല, അതന്നെ സാഖ. സാഖ എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാളിൻ്റെ പേരുകളിൽപ്പെട്ട ഒരു പേരാണ്. ഖിയാമത്ത് നാളിൽ കേൾക്കുന്ന ഒരു ശബ്ദമാണ്, ഒരൊച്ച, മനസ്സിലായില്ലേ? വലിയ ശബ്ദമായിരിക്കും. അത് പെടുന്നനെയാണ് ആ ശബ്ദം കേൾക്കുക. മനുഷ്യനറിയില്ല എവിടുന്നാണ് ഈ ഒച്ച, എവിടുന്നാണ് ഈ ശബ്ദം വന്നതെന്ന് അറിയില്ല, പെട്ടെന്ന് വരിക. അങ്ങനത്തെ ശബ്ദമാണ് എന്ത്? സാഖ എന്ന് പറയുന്നത്. ഖിയാമത്ത് നാളിനെ കുറിച്ച് ഖുർആനിൽ ഒരുപാട് വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ആ വാക്കുകളൊക്കെ സത്യത്തിൽ ഇങ്ങനത്തേതാണ്. ഒരു പെടുന്നനെ, പെട്ടെന്ന് ഘോരമായ ശബ്ദം, അസഹ്യമായ ശബ്ദം, പേടിപ്പെടുത്തുന്ന ശബ്ദം, അങ്ങനത്താണ് ഒരുപാട് വാക്കുകളുണ്ട്. അൽ വാഖിഅ എന്ന് പറഞ്ഞല്ലോ, ഇദാ വഖഅത്തിൽ വാഖിഅ. അൽ ഖാരിഅ പറഞ്ഞു, അൽ ഖാരിഅതു മൽ ഖാരിഅ ഒക്കെ ശബ്ദങ്ങളാണ്. സൽസല പറഞ്ഞു, ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ. ഗാഷിയ പറഞ്ഞു, ഗാഷിയ. ഹൽ അതാക ഹദീസുൽ ഗാഷിയ. റാജിഫ, റാജിഫ. സജ്റത്ത് എന്നുണ്ട്, സക്രത്ത് എന്നുണ്ട്. പിന്നെ കഴിഞ്ഞ സൂറത്തിൽ നമ്മൾ പഠിച്ചല്ലോ താമ്മ, ഫഇദാ ജാഅത്തി താമ്മത്തുൽ കുബ്ര. അതുപോലെ അൽ ഹാഖ, അസ്സാഖ. ഇതൊക്കെ ഖിയാമത്ത് നാളിനെ കാണിക്കുന്ന പേരുകൾ. ഇതൊക്കെ ഒരുതരം ശബ്ദമാണ്, മനസ്സിലായി? പക്ഷേ ഈ സാഖ എന്ന് പറഞ്ഞിട്ടുള്ള ശബ്ദത്തിൻ്റെ പ്രത്യേകത അതാണ്. ഈ ചെവിടിലുള്ള ഒരു പ്രത്യേകമായ പാടുണ്ട്, ആ പാട പൊട്ടി ഉള്ളിലേക്ക് കയറുന്ന ശബ്ദം, അതാണ്. അതെന്താ കാര്യം എന്ന് വെച്ചാൽ, ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിനെ കുറിച്ച് ഇതുവരെ പറഞ്ഞിട്ട് എന്നിട്ട് പറയണം, ദുനിയാവ് നിങ്ങളെ റാഞ്ചിക്കൊണ്ടുപോകും. ദുനിയാവിലുള്ള ഷഹവത്തുകൾ ഒക്കെ നിങ്ങളുടെ കണ്ണുകളെ അത് വല്ലാതെ മയക്കിക്കളയും. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത വണ്ണമായിത്തീരും, മനസ്സിലായില്ലേ? അപ്പോഴാണ് സത്യത്തിൽ ഈ ശബ്ദം കേൾക്കുക. അപ്പോൾ ഈ ശബ്ദം സത്യത്തിൽ നമ്മൾ കണ്ണ് കാണാത്തവരാകുകയാണ് ദുനിയാവിൻ്റെ മുമ്പിൽ. എന്നുവെച്ചാൽ യഥാർത്ഥത്തിൽ കാണേണ്ടത് കാണാൻ സാധിക്കാതിരിക്കുക, യഥാർത്ഥത്തിൽ കേൾക്കേണ്ടത് കേൾക്കാൻ സാധിക്കാതിരിക്കുക, അങ്ങനത്തെ ഒരവസ്ഥ മനുഷ്യന് വരും. അതാണ് സത്യത്തിൽ ഈ സാഖ എന്നുള്ള ശബ്ദം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫഇദാ ജാഅത്തിസ്സാഖ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നേരത്തെ ഇത് പറഞ്ഞു തരികയാണ്. അത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ഭാഗമായാണ്, കാരുണ്യമാണ്. ഇങ്ങനെ സംഭവം വരാനുണ്ട്, അപ്പോൾ ശ്രദ്ധിച്ചോളൂ എന്ന് പറയാണ്. എന്നിട്ട് ആ ദിവസത്തിൻ്റെ ഭയാനകത പറയണത് ഭയങ്കരമാണ്. സത്യത്തിൽ അത് നമ്മൾ ശരിക്ക് ശ്രദ്ധിച്ചാൽ ഒരിക്കലും നമ്മൾ പരലോകം മറന്നൊരു പണി നമ്മൾ എടുക്കില്ല. ഇത് കേൾക്കേണ്ട വിധം, മനസ്സിലാക്കേണ്ട വിധം
ഇത് മനസ്സിലാക്കിയാൽ ഒരിക്കലും ഈ നശിച്ചു പോകുന്ന ദുനിയാവിൻ്റെ സുഖങ്ങളിലേക്ക് നമ്മൾ മാറിപ്പോകില്ല. മനസ്സിലായല്ലേ? ശരിക്കും നമ്മളത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അതാണ്. ഇവിടെ നോക്കൂ, ഇവിടെ ഈ സൂറത്തിൻ്റെ ആദ്യത്തിൽ പറഞ്ഞതെന്താ? അബസ വ തവല്ല, അല്ലേ? അവിടെ എന്താ ഉണ്ടായത്? അവിടെ ഒരു അവിശ്വാസിയായ മനുഷ്യൻ നബിൻ്റെ അടുത്ത്, നബി അദ്ദേഹത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ, അല്ലേ? പക്ഷേ ആ മനുഷ്യൻ സത്യത്തിൽ കേൾക്കാൻ തയ്യാറില്ലാത്ത ഒരാളായിരുന്നു. പക്ഷേ നബി അദ്ദേഹത്തെ കിട്ടിയാൽ, അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് കിട്ടിയാൽ നന്നായിരുന്നു എന്ന് വിചാരിച്ചെന്താണ് സംസാരിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ കേൾപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അദ്ദേഹം എന്തല്ല, കേൾക്കുന്നില്ല. മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒരു രംഗമാണ്. അവിടെയാണ് ഈ സാഹയെക്കുറിച്ച് നമ്മൾ പറയുന്നത്. അപ്പോൾ അവർ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് കേൾക്കാൻ എന്തല്ല, ഇഷ്ടമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുക, പക്ഷെ അവർക്ക് എന്തില്ല, കേൾക്കാൻ ഇഷ്ടമില്ല. എന്നാൽ നിങ്ങൾക്കിഷ്ടമില്ലാതെ തന്നെ നിങ്ങൾ കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട്. അതാണെന്ത്? സഹ. അങ്ങനെ ഒരു ദിവസം നിങ്ങൾക്ക് വരാനുണ്ട്, അന്ന് നിങ്ങൾ അറിയും കാര്യങ്ങൾ എന്നാണ്. എന്താണെന്ന് സംഭവിക്കുക? യൗമ യഫിറുൽ മർഉ മിൻ അഖീ. ആ ദിവസത്തിൻ്റെ ആ ഭയാനകത അല്ലെങ്കിൽ ഗൗരവം പറയാം. അന്ന് ഒരു മനുഷ്യൻ അവൻ്റെ സഹോദരനിൽ നിന്ന് വിരണ്ടോടും, പേടിച്ചോടും. മിൻ അഖീഹി, ആദ്യം പറഞ്ഞത് സഹോദരനാണ്. പിന്നെ ഉമ്മിഹി, ഉമ്മായിൽ നിന്ന് പേടിച്ചോടും. നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അബീഹി, പിതാവിൽ നിന്ന് പേടിച്ചോടും, ബാപ്പൻ്റെ നിന്ന് പേടിച്ചോടും. സാഹിബത്തിഹി, തൻ്റെ കൂട്ടുകാരിയിൽ നിന്ന്, ഭാര്യയിൽ നിന്ന് പേടിച്ചോടും. ബനീഹി, തൻ്റെ മക്കളിൽ നിന്ന് പേടിച്ചോടും. എന്താ അങ്ങനെ പറഞ്ഞ? അന്ന് എല്ലാ ബന്ധങ്ങളും എന്താവും? ഇല്ലാതെയാവും. അന്നൊരു ബന്ധത്തിനൊരു വില ഉണ്ടാവില്ല. ഇന്നിപ്പോൾ നമുക്ക് എൻ്റെ ഭാര്യ എന്ന് നമ്മൾ പറയുന്നുണ്ട്, എൻ്റെ മക്കൾ, എൻ്റെ ഉപ്പ, എൻ്റെ ഉമ്മ, ഈ കണക്ഷൻസൊക്കെ അന്നില്ലാതാവും. എല്ലാം ഇല്ലാതാവും. അതിനൊന്നൊരു വില ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? നമുക്കിവിടെ തുടങ്ങിയത് എങ്ങനെയാണ്? യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി എന്ന് പറഞ്ഞു. ആദ്യം സഹോദരനെ പറ്റി പറഞ്ഞു, പിന്നെ ഉമ്മയെക്കുറിച്ച് പറഞ്ഞു, പിന്നെ വാപ്പനെക്കുറിച്ച് പറഞ്ഞു, പിന്നെ ഭാര്യനെക്കുറിച്ച് പറഞ്ഞു, പിന്നെ മക്കളെക്കുറിച്ച് പറഞ്ഞു. സൂറത്ത് മആരിജിലുണ്ട് ഇതേ സംഭവം പറഞ്ഞു. യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ. അവിടെ തുടങ്ങണത് എങ്ങനെ അറിയാം? ബി ബനീ, ആദ്യം മക്കളെ വെച്ച് പറഞ്ഞു. പിന്നെ വസാഹിബത്തിഹി. ശരിക്കും അതിൻ്റെ ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പറഞ്ഞു. സൂറത്ത് മആരിജിൽ ആദ്യം മക്കളെ പറഞ്ഞു, പിന്നെ ഭാര്യനെ പറഞ്ഞു, പിന്നെ സഹോദരനെ പറഞ്ഞു, പിന്നെ മറ്റ് കുടുംബക്കാരെ പറഞ്ഞു. മിൻ അദാബി യൗമിഇദിൻ ബിബനീഹി വസാഹിബത്തിഹി വഅഖീഹി വഫസീലത്തിഹി അല്ലതി തുവി സുമ്മ വമൻ ഫിൽ അർദി ജമീഅൻ സുമ്മ യുൻജി. ഭൂമിയിലുള്ള എല്ലാവരെ പറ്റിയും പറഞ്ഞു. പക്ഷെ അവിടെ പറഞ്ഞൊരു വാചകം ഇവിടെ പേടിച്ചുകൂടുക എന്നാണ് പറഞ്ഞത്. അവിടെ പറഞ്ഞ വാചകം എന്താ? യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി, അവൻ പ്രായശ്ചിത്തമായി നൽകാൻ കൊതിച്ചു പോകും. ആരെ? ഈ പറഞ്ഞ ആൾക്കാരൊക്കെ. മനസ്സിലായില്ലേ? മക്കളെ, ഭാര്യനെ, കുടുംബക്കാരൊക്കെ പ്രായശ്ചിത്തമായി കൊടുത്തിട്ടെങ്കിലും ഞാൻ രക്ഷപ്പെടട്ടെ എന്ന് വിചാരിക്കും. ഇവിടെ ശ്രദ്ധിച്ചു ഞങ്ങൾ, ഇവിടെ എന്താ ആദ്യം പറഞ്ഞത്? അകലെയുള്ളവരെ, കുടുംബ ബന്ധത്തിൽ അകലെയുള്ളവർ. നമ്മുടെ ഏറ്റവും അടുത്തത് ആരാ? മക്കളായിരിക്കും, അല്ലേ? നമ്മളെ ഹൃദയത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് മക്കളായിരിക്കും. മക്കൾ കഴിഞ്ഞാൽ ഭാര്യയായിരിക്കും, ഭാര്യ കഴിഞ്ഞാൽ ഉമ്മയായിരിക്കും, ഉമ്മ കഴിഞ്ഞാൽ വാപ്പയായിരിക്കും, വാപ്പ കഴിഞ്ഞിട്ട് ആര് വരുള്ളൂ? സാധനം വരുള്ളൂ. പക്ഷെ ഇവിടെ എങ്ങനെ പറഞ്ഞേ? നേരെ തിരിച്ചാ പറഞ്ഞേ. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി
ഉമ്മിഹി വ അബീഹി വ സാഹിബത്തിഹി വ ബനീഹി. ഓടുന്ന കാര്യം പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു. പ്രായശ്ചിത്തമായി കൊടുക്കണേ പറഞ്ഞപ്പോഴോ തിരിച്ചു പറഞ്ഞു. ആദ്യം ആരെ പറഞ്ഞു? ആദ്യം മക്കളെ പറഞ്ഞു, പിന്നെ ഭാര്യനെ പറഞ്ഞു, പിന്നെ ബാക്കിയുള്ള കുടുംബക്കാരൊക്കെ പറഞ്ഞു. എന്താണ് സത്യത്തിൽ ഇവിടെ എന്താ സംഭവം? നമുക്കെല്ലാവർക്കും അറിയാം, സഹോദരനേക്കാൾ അടുത്തതാണ് ആര്? ഉമ്മ. ഉമ്മയേക്കാൾ, ഉമ്മ കഴിഞ്ഞാൽ പിന്നെ വാപ്പ, അല്ലേ? ഉമ്മനേക്കാൾ വാപ്പനേക്കാൾ അടുത്തതാണ് ആര്? ഉമ്മ, അല്ലേ? ഭാര്യ അതിനേക്കാൾ അടുത്തതാ, മക്കൾ അതിനേക്കാൾ അടുത്തതാ. പക്ഷേ ഇവരെല്ലാവരും എന്താണ്? ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നി. ഓരോരുത്തർക്കും അവരവർക്ക് താങ്ങാനുള്ള അത്ര വിഷയം അവർക്കുണ്ട്. പ്രവാചകന്മാർ വരെ പറഞ്ഞില്ല, എന്ത്? നഫ്സി നഫ്സി എന്നാ പറയാം. അന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാത്ത എല്ലാവരും എന്താ പ്രശ്നം എന്നറിയാം? എല്ലാവർക്കും എന്താ പേടിച്ചോടാൻ കാരണം? വല്ലതും ആവശ്യപ്പെടുമോ എന്ന് വിചാരിച്ചിട്ടാണ്, വല്ലതും ചോദിക്കുമോ. ഈ ബന്ധം കൊണ്ടേ, ബന്ധത്തിൻ്റെ കാരണം കൊണ്ട്, കുടുംബബന്ധമാണല്ലോ, വല്ലതും ചോദിച്ചു പോകുമോ എന്ന പേടി. അങ്ങനെയാണല്ലോ നമ്മൾ വല്ല പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മളെ കുടുംബക്കാരെടുത്ത് ചെല്ലല്, അവരോടൊരു ആവശ്യത്തിന് വേണ്ടി ചെല്ലല്, അല്ലേ? ഇവിടെ ഈ ആളുകളൊക്കെ ഓടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചോദിക്കുമോയെന്ന് പേടിച്ചിട്ട് ഓടുക. ചോദിക്കും മനുഷ്യൻ ചെന്നിട്ട് ചോദിക്കും, മക്കളോട് ചോദിക്കും, മാപ്പനോട് ചോദിക്കും, ഉമ്മനോട് ചോദിക്കും, എല്ലാവരോടും ചോദിക്കും. സുബ്ഹാനല്ലാഹ്, മനസ്സിലായില്ലേ? ഇവിടെ ചോദിക്കുമെന്ന് വിചാരിച്ചാണ് എന്ത് പേടിച്ചോടുന്നത്. സൂറത്ത് മആരിജിലോ യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമഇദിൻ ബിബനീഹി. അവിടെ എന്താ പിന്നെ അങ്ങനെ പറയാൻ കാരണം? ഏറ്റവും അടുത്തവരെയാണ് അവിടെ ആദ്യം പറഞ്ഞത്. പിന്നെ എങ്ങനെ? മനസ്സിലായില്ലേ? അബസയിലോ ഏറ്റവും അകലുള്ളവരെ ആദ്യം പറഞ്ഞു. മനസ്സിലായി നിങ്ങൾക്ക് എന്താ സംഗതി? കാരണം എന്തായിരിക്കും? അബസയിലുള്ളത്, ഈ സൂറത്തിലുള്ളത് എന്താണ്? ഒരു മനുഷ്യൻ തൻ്റെ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റവരെന്തെങ്കിലും ചോദിക്കുമോ എന്ന് പേടിച്ചിട്ട് ഓടുകയാണ്. മനസ്സിലായില്ലേ? മാരിജിലോ, സൂറത്ത് മാരിജിലോ അവിടെ ഉള്ളത് പ്രായശ്ചിത്തമാണ്. എന്നെ എടുത്തിട്ട് പ്രായശ്ചിത്തമായി കൊടുത്തിട്ട് ഞാൻ രക്ഷപ്പെട്ടെങ്കിലോ എന്നുള്ളത്. മനസ്സിലായില്ലേ? അതാണ് വ്യത്യാസം. അത് ഭയങ്കരമായൊരു ദിവസമാണ്. ഇവിടെ നോക്കൂ, നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, ഇവിടുത്തെ ഓരോ പദങ്ങളും അതാ രസം. ഇവിടെ ഭാര്യനെ പറ്റി പറഞ്ഞത് സാഹിബത്ത് എന്നാണല്ലോ, സൗജത്ത് എന്നാണ് ഖുർആനിൽ എല്ലായിടത്തും സൗജ് എന്നാണ് പറഞ്ഞത്. ഇവിടെ മാത്രം സാഹിബത്ത് എന്ന് പറഞ്ഞ് ഈ ഓടിനോടുത്ത് എന്താ കാര്യം എന്ന് പറയുന്നത്? സുഹ്ബത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സുഹ്ബത്ത് എന്ന് പറഞ്ഞാൽ സഹവാസമാണ്. സഹാബി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, കൂട്ടുകാരൻ, സഹവസിക്കുന്നവൻ എന്നൊക്കെയാണ്. ആ വാക്കിൽ നിന്ന് എന്തുണ്ട്? ഇവർ തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. എന്ന് വെച്ചാൽ വെറുപ്പുള്ള ഒരു ഭാര്യയല്ല, ഭയങ്കര ഇഷ്ടമുള്ളൊരു ഭാര്യയാണ്. ആ ഇഷ്ടമുള്ള ഭാര്യയിൽ നിന്ന് പോലും എന്താണ്? ഓടുകയാണ് എന്ന് പറയാൻ. അതാണ് ആ പദം. ഓരോ പദങ്ങളും അള്ളാഹു ഉപയോഗിച്ചതൊക്കെ അങ്ങനെയാണ്. ദുനിയാവിൽ അവർ തമ്മിലുള്ള ബന്ധം അത്രയും നല്ലതാണ്. എന്നിട്ട് പോലും അവിടെ ചെന്നപ്പോൾ എന്തായി? ഓടുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇനി വേറെ സംഗതി നിങ്ങൾ ശ്രദ്ധിച്ചോ? സൂറത്ത് മാരിജ് നമ്മൾ പറഞ്ഞപ്പം യൗമ യഫ്തദി മിൻ അദാബി യൗമഇദിൻ ബിബനീഹി എന്ന് പറഞ്ഞാണല്ലോ തുടങ്ങിയത്. പക്ഷെ അവിടെ മാതാപിതാക്കളെ പറഞ്ഞില്ല, ഉമ്മനും വാപ്പനും അവിടെ പറഞ്ഞിട്ടില്ല. എന്ത് പറഞ്ഞു കൊടുത്ത്? പ്രായശ്ചിത്തം പറഞ്ഞു കൊടുത്ത്. പകരം കൊടുക്കേ, ഇന്നെ കൊടുത്തിട്ട് ഇന്നെ റീപ്ലേസ് ചെയ്തിട്ട് എന്താക്കുക, എൻ്റെ വാപ്പ രക്ഷപ്പെടുക. തിരിച്ചു പറഞ്ഞില്ല. എന്തായിരിക്കും കാരണം? മാതാപിതാക്കളോടുള്ള അദബാണ്. മാതാപിതാക്കൾക്കാണ് എൻ്റെ വാപ്പനെ കൊടുത്തിട്ട് ഞാൻ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ശരിയില്ലല്ലോ. എൻ്റെ മക്കളെ കൊടുത്ത് ഞാൻ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ഓക്കെ, എൻ്റെ വാപ്പനെ കൊടുത്ത് ഞാൻ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ഓരോന്നും അങ്ങനെയാണ്.
ഓരോ വാക്കുകളും ഉപയോഗിച്ചത് അങ്ങനെയാണ്. മനസ്സിലായില്ലേ? ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീഹി. അതാണ് അന്ന് ജനങ്ങളുടെ അവസ്ഥ എന്നർത്ഥം. ഓരോരുത്തർക്കും അവരവർക്ക് വേണ്ട അത്ര വിഷയം ഉണ്ട്. ഓരോരുത്തർക്കും അവരവർക്ക് വേണ്ട അത്ര വിഷയമുണ്ട്. അന്ന് ശഫാഅത്തില്ല, ശുപാർശയില്ല, എന്തെങ്കിലും പ്രായശ്ചിത്തം കൊടുത്ത് രക്ഷപ്പെടാനുള്ള ഒരു ചാൻസ് ഇല്ല, ആരുടെയെങ്കിലും ഒരു ഹെൽപ്പ് നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാനില്ല, ഒന്നുമില്ല. ഒരു വല്ലാത്ത സമയമായിരിക്കും. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, യുഹ്ശറു الناس يوم القيامة حفاة عراة غرلا. നബി പറയാ, മഹ്ശറയിൽ ആളുകളെ ഒരുമിച്ച് കൂട്ടപ്പെടുക ഹുഫാത്തൻ. ഹുഫാത്ത് എന്ന് പറഞ്ഞാൽ ചെരുപ്പിടാത്തവരായി, ചെരുപ്പുണ്ടാവില്ല അവിടെ. ഉറാത്തൻ, വസ്ത്രം ധരിക്കാത്തവരായി, നഗ്നരാണ്. ഗുറലൻ, ഗുറൽ എന്ന് പറഞ്ഞാൽ ചേലാകർമ്മം ചെയ്യാത്തവരായി, ജനിച്ച പോലെ ഇരിക്കും വരിക എന്നർത്ഥം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് അർരിജാലു വന്നിസാഉ ജമീഅൻ യൻളുറു ബഅ്ദുഹും ഇലാ ബഅദ്. നബിയെ, ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഒന്നിച്ചല്ലേ ഒരുമിച്ച് കൂട്ടുക, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൂലേ? നഗ്നരാണല്ലോ, ഡ്രസ്സില്ലല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൂലേ? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്, യാ ആയിഷ അൽ അംറു അശദ്ദു മിൻ അൻ യൻളുറ ബഅ്ദുഹും ഇലാ ബഅദ്. ആയിഷ, അന്നത്തെ കാര്യം ജനങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നതിനേക്കാൾ അശദ്ധാണ്, ഷദീദാണ്, കഠിനമാണ്. അതിനൊന്നും ഒഴിവുണ്ടാവില്ല. അങ്ങനത്തെ അവസ്ഥയായിരിക്കും. ഇനി വലിയ സംഗതി എന്താ അറിയോ? ഇത് 1-2 മിനിറ്റല്ല ഈ സംഭവം നടക്കുന്നത്. 1-2 മിനിറ്റല്ല, അല്ലെങ്കിൽ 1-2 മണിക്കൂറല്ല, അല്ല, ദിവസങ്ങളാണ്. ദിവസങ്ങൾ ഇതാ അവസ്ഥ. ഓടുകയാണ് മനുഷ്യൻ, യാചിച്ചുകൊണ്ട് ഓടും എന്ന് പറയുന്നുണ്ട്. ബാപ്പൻ്റെ അടുത്ത് ഞാൻ ചെല്ലും, ഉമ്മൻ്റെ അടുത്ത് ചെല്ലും, മക്കളുടെ അടുത്ത് ചെല്ലും, ഒരു നന്മ തരാൻ. കാരണം നമ്മുടെ ഇതിങ്ങനെ തൂക്കി വെക്കുമ്പോഴേ കുറേ ആൾക്കാർക്ക് തുല്യമായവരുണ്ട്. അപ്പോൾ ഒരു ചെറിയ നന്മ കിട്ടിയാൽ എന്താവും? രക്ഷപ്പെടും. ബാപ്പാനോട് ചെന്ന് ചോദിക്കാതെ തരുമോ? അപ്പോൾ തരൂല. മക്കളോട് ചെന്ന് ചോദിക്കാം, തരൂല. ഭാര്യനോട് ചോദിക്കാം, തരൂല. ഭർത്താവിനോട് ചോദിക്കാം, തരൂല. ഒരു ദിവസമല്ല, ദിവസങ്ങളോളം. ഇനി ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ തന്നെ എത്രയാ? 50,000 വർഷമാണ്. നിങ്ങൾ ആലോചിക്കുക, എന്തായിരിക്കും ആ സംഭവം? ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീഹി. അതാണ് ആവശ്യത്തിന് എന്ന് വെച്ചാൽ ഒന്നും ശ്രദ്ധിക്കാൻ സമയം ഉണ്ടാവില്ല മനുഷ്യൻ. വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്, വഇദൽ ഇശാറു ഉത്തിലത്ത് പറയുന്നുണ്ട്. ഇഷാർ എന്ന് പറഞ്ഞാൽ അറബികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രസവിക്കാനായ ഒട്ടകമാണ്. അതുപോലും അതിനെ പോലും ഉപേക്ഷിക്കും. അത് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്, ഏറ്റവും കൂടുതൽ അവർക്ക് ആ കാലഘട്ടത്തിലുള്ളവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഗതിയായിരുന്നു. അങ്ങനെ ഓരോന്ന് പറയുന്നു. മനസ്സിലായില്ലേ? ഒന്നും ഒരു വല്ലാത്ത സമയമായിരിക്കും. അതാണ് ഖിയാമത്ത് നാളിനെ കുറിച്ച് നമ്മൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഫഇദാ ജാഅത്തിസ് സാഖ. അപ്പോൾ സത്യത്തിൽ എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഈ ശബ്ദം എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ ആരംഭിക്കുന്ന ശബ്ദമാണ്. മനസ്സിലായില്ലേ? ഇസ്രാഫീൽ ഊതെന്ന് പറഞ്ഞ ഊത്തില്ലേ, ആരംഭിക്കുന്ന ശബ്ദമാണ്. അതോടുകൂടി എല്ലാ ബന്ധങ്ങളും എന്താവും? മുറിഞ്ഞു പോകും. ആ മുറിഞ്ഞു പോകുന്നത് ഇങ്ങനെ അള്ളാഹു വിശദീകരിച്ചതാണ്. യൗമ യഫിറുൽ മർഉ മിൻ അഖീ. സത്യത്തിൽ വെറുപ്പുകൊണ്ട് ഓടുകയല്ല, വെറുപ്പുകൊണ്ടല്ല, അല്ല, മറിച്ച് എന്താണ്? ചോദിക്കുമോ എന്ന് പേടിച്ചിട്ട് ഓടുക.
വെറുത്തിട്ടല്ല, വാപ്പാനോടോ അല്ലെങ്കിൽ മക്കളോടോ വായനോടോ വെറുപ്പുണ്ട്. എന്നോട് ചോദിക്കോ, എൻ്റെത് ചോദിക്കോ എന്ന് ചോദിച്ചിട്ട്. മനസ്സിലായില്ലേ? അത് ഏറ്റവും അടുത്തവരാണ് എന്ത് ചെയ്യുന്നത്? ഓടുന്നത്. എല്ലാവരും പേടി എന്താ പറയുക? ഓടുമ്പോൾ എഫിറു എന്നാണ് പറഞ്ഞത്, പേടിച്ചോടുക എന്നാ. എന്താ പേടി? എൻ്റെ നന്മ ചോദിക്കുമോ, അവൻ്റെ ഒരു തെറ്റ് എന്നോട് പേറാൻ പറയുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും വീഴ്ച വന്നതിൽ എന്തെങ്കിലും എന്നോട് ചോദിക്കുമോ? അങ്ങനെ ഉണ്ടാവുമല്ലോ, വാപ്പ മക്കളും തമ്മിലുള്ള വിഷയത്തിൽ വീഴ്ച വന്നിട്ടുണ്ടാവും, അപ്പോൾ ചോദിക്കുമോ? അതാണ് ഉമ്മിഹി വ അബീ. ഉമ്മാനും വാപ്പാനും പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ നമ്മളോട് കാരുണ്യമുള്ളത് ഉമ്മക്കും വാപ്പക്കുമായിരിക്കും. കൂടുതൽ ഉമ്മക്കായിരിക്കും, പിന്നെ വാപ്പക്കുമായിരിക്കും. ദുനിയാവിൽ ഏറ്റവും കൂടുതൽ കാരുണ്യമുണ്ട്. പക്ഷെ അന്ന് എന്തില്ല? കാരുണ്യമല്ല, ഒക്കെ എടുത്തുപോയി. ഉമ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി ഉറക്കം ഒഴിച്ചിട്ടുണ്ട്, നമ്മളെ നൊന്ത് പ്രസവിച്ചിട്ടുണ്ട്, നമ്മളെ വളർത്തിയിട്ടുണ്ട്. വാപ്പ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി ക്ഷീണിച്ചിട്ടുണ്ട്, ജോലി ചെയ്ത് അധ്വാനിച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ ആയത് അതുകൊണ്ടാണല്ലോ. പക്ഷേ എന്തില്ല? ഖിയാമത്ത് നാളിൽ രക്ഷപ്പെടുത്താൻ പോലും നിൽക്കില്ല. അപ്പോൾ സാഹിബത്തിഹി വബനി, ഭാര്യയും മക്കളും, അവർക്ക് വേണ്ടിയല്ലേ നമ്മൾ ജീവിക്കണേ. എന്തിനാ ഇവിടെ വന്ന് അധ്വാനിക്കണമെന്ന് വെച്ചാൽ എന്താ ഉത്തരം? നമുക്ക് വേണ്ടിയല്ലല്ലോ, നമുക്ക് വേണ്ടിയല്ല. നമുക്ക് വേണമെങ്കിൽ നാട്ടിൽ നിന്നാലും എന്തെങ്കിലുമൊക്കെ ജീവിച്ചു പോകാനൊക്കെ കിട്ടും. എന്തിനാ? മക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി. പക്ഷേ സുബ്ഹാനല്ലാഹ്, അതാണ് ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീഹ്. അപ്പോൾ എന്താ വെച്ചാൽ എല്ലാവരും അവരവരുടെ കാര്യത്തിൽ വ്യാപൃതരായിരിക്കും. കുടുംബബന്ധമില്ല, ഏതെങ്കിലും രൂപത്തിലുള്ള സ്വാധീനമല്ല, ഏതെങ്കിലും രൂപത്തിലുള്ള മീഡിയേറ്ററുകളില്ല, ഒന്നുമില്ല. നമുക്ക് നമ്മളെ അമല്, നമ്മുടെ ഖൽബ്, നമ്മൾ അള്ളാഹുമായി എത്ര സത്യസന്ധരാണോ അതാണ്. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. ഇതപ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ ആയത്ത് കേൾക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത്, നോക്കൂ, ദുനിയാവിലെ ബന്ധങ്ങൾ അത് നിർണിതമാണ്, സമയം നിശ്ചയിച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. മരിച്ചു പോണതേ വരെയുള്ളൂ ദുനിയാവിലെ ബന്ധം എന്ന് പറഞ്ഞാൽ. ദുനിയാവിൽ ചെയ്യുന്ന അമലുകളെ എന്താവുള്ളൂ, ബാക്കിയാവുള്ളൂ. മനസ്സിലായി? അപ്പോൾ അമലുകളെ മറന്നുകൊണ്ടുള്ള ബന്ധങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിക്കരുത്. നമുക്കൊക്കെ പറ്റുന്നൊരു പ്രശ്നം അതാണ്. നിർബന്ധമായി ചെയ്യേണ്ട അമലുകൾ പോലും നമ്മൾ എന്തിൻ്റെ പേരിൽ ഒഴിവാക്കും, അല്ലേ? ബന്ധത്തിൻ്റെ പേരിൽ. ഈ മക്കൾ ബന്ധം, കുടുംബ ബന്ധം മാത്രമല്ല, ഫ്രണ്ട്ഷിപ്പ് ബന്ധത്തിൻ്റെ പേരിൽ നമുക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട അതാണ്. ഈ ബന്ധങ്ങളൊക്കെ ഏതുവരെയുള്ളൂ? ദുനിയാവെന്ന് പോകുന്നത് വരെയുള്ളൂ. മനസ്സിലായില്ലേ? ബാക്കിയാകെ എന്തായിരിക്കും? നമ്മുടെ അമലുകളായി. രണ്ടാമതായി നമ്മൾ എപ്പോഴും ഓർക്കണം എന്താ വെച്ചാൽ, നമ്മളൊരിക്കലും മനുഷ്യരുമായല്ല നമ്മളെ ബന്ധിപ്പിക്കേണ്ടത്. മനുഷ്യരുമായി ബന്ധിച്ചവൻ ഖേദിക്കേണ്ടി വരും, ആരായാലും. അപ്പുറത്തുള്ള ആൾ, നമ്മൾ ബന്ധപ്പെട്ട ആൾ എത്ര നല്ല ആളായാലും ശരി, ഖേദിക്കേണ്ടി വരും. നമ്മൾ ആരുമായിട്ട് ബന്ധിക്കണം? നമ്മളെ അള്ളാഹുമായിട്ട് ബന്ധിക്കണം, അപ്പോഴേ രക്ഷപ്പെടൂ. മനസ്സിലായില്ല? അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. മൂന്നാമത്തെ കാര്യം നോക്കൂ, ഒരു കാര്യം നമുക്ക് മനസ്സിലായി ഇത് വായിക്കുമ്പം, ഈ ആയത്ത് വായിച്ചപ്പോൾ, ഈ 2-3 ആയത്ത് വായിച്ചപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നും ഉപകാരപ്പെടാത്തൊരു ദിവസമുണ്ട്. മനുഷ്യൻ്റെ ബന്ധങ്ങൾ ഉപകാരപ്പെടൂല, പണവും പ്രതാപവും ഒന്നും ഉപകാരപ്പെടാത്ത ഒരു ദിവസമുണ്ട്. പക്ഷെ അന്ന് എന്തുപകാരപ്പെടും? നമ്മൾ ദുനിയാവിൽ വെച്ച് അള്ളാഹുവിന് വേണ്ടി ചെയ്ത ഒരു അമലുണ്ടെങ്കിൽ അതെന്താവും? ഉപകാരപ്പെടും. അന്ന് അതേ ഉണ്ടാവുള്ളൂ എടുക്കാൻ. ഈ തുലാസിൽ അതേ കനം തൂങ്ങും, മറ്റൊന്നും കനം തൂങ്ങില്ല. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളെപ്പോഴും അത് ശ്രദ്ധിക്കണം എന്നർത്ഥം. ഇത് വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ആലോചിക്കണം, ഞാൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? ആരാണ് എൻ്റെ തെറ്റുകൾ പേറുക? ആരാണ് എനിക്ക് കുറച്ച് നന്മകൾ കൊണ്ടുവന്നിരിക? ആരും ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ സ്വയം ചെയ്യണം.
നമ്മൾ സ്വയം അധ്വാനിക്കണം, സ്വയം ചെയ്യണം. അതാണ് വേണ്ടത്. ഒരിക്കലും ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ചുള്ള പശ്ചാത്താപം നമ്മൾ നീട്ടിവെക്കരുത്. കാരണം എപ്പോഴാണ് തീരുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളെപ്പോഴും അത് ചിന്തിക്കുക. നമ്മൾ ഈ ഒരു ദിവസത്തിന് വേണ്ടി നമ്മൾ പണിയെടുക്കുക. എല്ലാവരും നമ്മിൽ നിന്ന് ഓടി അകലുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിന് വേണ്ടി നമ്മൾ പണിയെടുക്കുക. എന്നിട്ട് ആ ദിവസത്തെ കുറച്ച് സംഭവങ്ങളും കൂടി പറയാം. അങ്ങനെയാണ് ഇത് അവസാനിക്കുന്നത്. ഉജൂഹു യൗമഇദിൻ മുസ്ഫിറ. ഉജൂഹുൻ, വജ്ഹ് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ഉജൂഹ്, മുഖങ്ങൾ. ഉജൂഹുൻ, ചില മുഖങ്ങൾ. യൗമഇദിൻ, അന്ന്, ഈ ദിവസേ. മുസ്ഫിറ, പ്രശോഭിതമായിരിക്കും, പ്രസന്നമായിരിക്കും. മുസ്ഫിറ, പ്രസന്നമായിരിക്കും. മുഖം പ്രസന്നമാകുക എന്ന് പറഞ്ഞാൽ ദാഹികത്തുൻ. ദാഹിക എന്ന് പറഞ്ഞാൽ ചിരിച്ചു എന്ന്. അപ്പോൾ ദാഹികത്ത് എന്ന് പറഞ്ഞാൽ ആ മുഖങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ആ മുഖങ്ങൾ ചിരിക്കുന്ന മുഖങ്ങളായിരിക്കും. ദാഹികത്തുൻ. മുസ്തബ്ഷിറ. മുസ്തബ്ഷിറ, ബഷീർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയാലോ എന്താർത്ഥം, സന്തോഷം അറിയിക്കുന്നത്. മുസ്തബ്ഷിറ, സന്തോഷം കൊള്ളുന്നവയായിരിക്കും. മുഖം കണ്ടാലറിയാം, ചിരി കണ്ടാലറിയാം. മുസ്തബ്ഷിറ, സന്തോഷം കൊള്ളുന്നവയായിരിക്കും. അതാണ് ഒരു മുഖം. മറ്റൊരു മുഖം വവുജൂഹു യൗമഇദിൻ അലൈഹാ ഗബറ. വവുജൂഹുൻ, വേറെ ചില മുഖങ്ങൾ. യൗമഇദിൻ, അന്ന്. അലൈഹ, അതിന്മേൽ, ആ മുഖങ്ങളിന്മേൽ. ഗബറ, പൊടി പുരണ്ടിരിക്കും. ഒരു മ്ലാനത ഉണ്ടാവും, അതാണ് ഗബറ. പൊടി ഇങ്ങനെ ആയാൽ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ കാണാൻ. പൊടി പുരണ്ടിരിക്കും. ഗബറ, ഗുബാർ എന്ന് പറഞ്ഞാൽ പൊടിയാണ്. ഗുബാർ, ഗബറ. വുജൂഹു യൗമഇദിൻ അലൈഹാ ഗബറ. വേറെ ചില മുഖങ്ങളാകട്ടെ അന്ന് പൊടി പുരണ്ടിരിക്കും. പൊടി പുരണ്ട എന്ന് പറഞ്ഞാൽ ആകെ മ്ലാനമായിട്ട് ഇരിക്കും എന്നർത്ഥം. തർഹഖുഹാ ഖതറ. തർഹഖുഹാ, റഹഖ യർഹഖു ആണ്, മൂടുക എന്ന, പൊതിയുക. തർഹഖുഹാ, അതിനെ മൂടും, അതിനെ പൊതിയും ഈ മുഖത്തെ. ഖതറ, ഒരു ഇരുൾ, ഒരു ഇരുട്ട്. അതാണ് തർഹഖുഹാ ഖതറ. അവയെന്ന് പറഞ്ഞാൽ മുഖത്തെ ഇരുൾ മൂടിയിരിക്കും. നമ്മൾ ചോദിക്കുമല്ലോ, എന്താണ് എൻ്റെ മുഖം കണ്ടിട്ടൊരു എന്താ എൻ്റെ മുഖം ഇങ്ങനെ കറുത്തിരിക്കണമെന്ന് ചോദിക്കുമല്ലോ. തർഹഖുഹാ ഖതറ, അതാണ് രണ്ടാമത്തെ മുഖം. വജൂഹു യൗമഇദിൻ അലൈഹാ ഗബറ. വേറെ ചില മുഖങ്ങൾ അന്ന് പൊടി പുരണ്ടിരിക്കും. തർഹഖുഹാ ഖതറ, അവ ഇരുൾ മൂടിയിരിക്കും. ആരാണത്? ഉലായിക ഹുമുൽ കഫറത്തുൽ ഫജറ. ഉലായിക, അക്കൂട്ടർ. ഹും, അവർ തന്നെയാണ്. അൽ കഫറ, കാഫിർ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് കഫറ. അതെ, കാഫിറൂ എന്ന് പറയും, കുഫാർ എന്ന് പറയും, അതൊക്കെ അതിൻ്റെ ബഹുവചനമാണ് കാഫിറിൻ്റെ. കഫറ എന്നും പറയും. അൽ കഫറ, അവിശ്വാസികൾ അല്ലെങ്കിൽ നന്ദിയില്ലാത്തവർ. കുഫർ എന്ന് പറഞ്ഞാൽ നന്ദിയില്ലായ്മക്കും എന്ത് പറയും? കുഫർ പറയും. ഉലായിക ഹുമുൽ കഫറ അൽ ഫജറ. ഫാജിർ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ഫജറ. ഫാജിർ, അധർമ്മകാരികൾ, തമ്മാടികൾ എന്നൊക്കെ. ഉലായിക ഹുമുൽ കഫറത്തുൽ ഫജറ. ഉലായിക ഹുമുൽ കഫറത്തുൽ ഫജറ, അക്കൂട്ടർ തന്നെയാകുന്നു അവിശ്വാസികളും അല്ലെങ്കിൽ നന്ദിയില്ലാത്തവരും അധർമ്മകാരികളും. ഉലായിക ഹുമുൽ കഫറത്തുൽ ഫജറ. അതാണ് അന്നത്തെ ഒരു ചിത്രം. വുജൂഹു യൗമഇദിൻ മുസ്ഫിറ ദാഹികത്തും മുസ്തബ്ഷിറ. അപ്പോൾ അന്ന് ജനങ്ങൾ രണ്ട് ഗ്രൂപ്പായിരിക്കും. മനസ്സിലായില്ലേ? ഒരു ഗ്രൂപ്പ് എങ്ങനെയിരിക്കും? അവരുടെ മുഖം മുസ്ഫിറായിരിക്കും, പ്രസന്നമായിരിക്കും, ഭയങ്കര ഹാപ്പി ആയിരിക്കും, പ്രശോഭിതമായിരിക്കും. അവരാണ് സത്യത്തിൽ
ദുനിയാവിനേക്കാൾ ആഖിറത്തിന് പ്രാധാന്യം കൽപ്പിച്ചവർ. അവരാണ് അള്ളാഹുവിന് ഉത്തരം നൽകിയവർ. അവരാണ് സാലിഹായ അമലുകൾ ചെയ്തവർ. മനസ്സിലായില്ലേ? അപ്പം അവരുടെ മുഖം എന്തായി? പ്രശോഭിതമായി. അള്ളാഹു അവരുടെ മുഖം പ്രകാശിപ്പിക്കും. അള്ളാഹു അവരുടെ മുഖം പ്രകാശിപ്പിക്കും. വജൂഹു യൗമഇദിൻ നാദിറ എന്ന് പറഞ്ഞില്ലേ? ചില മുഖങ്ങളന്ന് വെട്ടിത്തിളങ്ങി പ്രകാശിക്കും എന്ന്. അവർക്കറിയായിരുന്നു ഇങ്ങനെ ഉണ്ട്. ദാഹികത്തുൻ, അതാണ്, അവർ ചിരിച്ചുകൊണ്ടിരിക്കും. സുബ്ഹാനല്ലാഹ്. എന്തിനാ അവർ ചിരിക്കണേ? ആരെയും കളിയാക്കി ചിരിക്കല്ല. അവരുടെ ഉള്ളിലുള്ള സന്തോഷം അങ്ങനെയാണ്. സന്തോഷം പ്രകടിപ്പിക്കാൻ നമ്മൾ ചിരിക്കുമല്ലോ, അതാണ് ദാഹിക. ദാഹികത്തുൻ. എന്നിട്ട് പറയാ മുസ്തബ്ഷിറ, ഭയങ്കര സന്തോഷമായിരിക്കും. ആ സന്തോഷം ഇങ്ങനെ, സന്തോഷത്തിൻ്റെ ആധിക്യം കൊണ്ടാണ് അവരെന്ത് ചെയ്തത്? ചിരിച്ചത്. ദാഹികത്തും മുസ്തബ്ഷിറ. അതൊരു വല്ലാത്ത മുഖമായിരിക്കും. ആ സമയത്തുള്ള ആ സന്തോഷം എല്ലാവരും പേടിച്ചിരിക്കണ നേരമാണ്. എല്ലാവരും പേടിച്ചിരിക്കുമ്പോൾ സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായിരിക്കും. എല്ലാവർക്കും പേടിയായിരിക്കും. അലൽ കാഫിരീന ഗൈറു യസീർ എന്ന് പറഞ്ഞു. ഭയങ്കര എല്ലാവർക്കും പേടിയായിരിക്കും. പക്ഷേ ഒരു വിഭാഗം ആളുകൾ എന്താവും? ചിരിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ടായിരിക്കും. ഒരുപാട് സ്ഥലത്ത് ഖുർആനിൽ ഈ രംഗങ്ങൾ പല രീതിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പം അതിൽ മുസ്ഫിറ എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ ഹാപ്പിനെസ് ഉണ്ടല്ലോ. വജൂഹു യൗമഇദിൻ മുസ്ഫിറ. പിന്നെ ദാഹികത്ത് എന്ന് പറഞ്ഞാലോ, അപ്പം മുസ്ഫിറയേക്കാൾ കുറച്ചും കൂടി അധികമായി. മുഖം വെളുത്തിരിക്കുകയാണ്, മുഖം പ്രസന്നമാണെന്നതിനേക്കാൾ ഇതാണല്ലോ ചിരിക്കുക എന്നുള്ളത്, അല്ലേ? പിന്നെയോ സാധാരണ ചിരിക്കുന്ന ആളുടെ ഉള്ളെന്തായിരിക്കും? സമാധാനമായിരിക്കും. പിന്നെ ഇയാളുടെ മുസ്തബ്ഷിറ എന്ന് പറഞ്ഞാലോ, അത് ചിരിയേക്കാൾ ഉന്നതമായതാണ്. മുഖം കണ്ടാൽ തന്നെ അറിയാം എന്താണ് എനിക്ക് കിട്ടിയതെന്ന് ചോദിക്കല്ല, എൻ്റെ മുഖം കണ്ടാൽ അറിയാലോ എന്തോന്ന് കിട്ടിയിട്ടുണ്ടെന്ന്. ഭയങ്കര സന്തോഷം. അതാണ്. എന്താ വെച്ചാൽ അവർക്ക് അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്നതും നൽകാനിരിക്കുന്നതുമായ കാര്യങ്ങൾ കണ്ടിട്ടുള്ള സന്തോഷമാണ്. അത് എവിടുന്ന് തുടങ്ങുമെന്ന് വെച്ചാൽ മരിക്കണോടുന്ന് തുടങ്ങും. മരിക്കുമ്പോൾ തുടങ്ങും എന്ത്? കാണാൻ. മരിക്കുമ്പോൾ തന്നെ സ്ക്രീൻ ഇങ്ങനെ വരും, അതിലെല്ലാം കാണും. എന്താ നമ്മുടെ അവസ്ഥ മരിച്ച ശേഷമുള്ളത്? അപ്പം തന്നെ ഇങ്ങനെ വരും. മനസ്സിലായില്ലേ? പിന്നെ ഇതിങ്ങനെ അനുഭവിക്കുകയാണല്ലോ. ലഹുമ്മാ യശാഊന ഫീഹാ വലദൈനാ മസീദ് എന്ന് പറഞ്ഞു. അവർക്ക് എന്താണോ അവരുദ്ദേശിക്കുന്നത് അതൊക്കെ കിട്ടും. അതിന് പുറമെ കുറച്ച് പ്ലസ്. അതാണ് ഭയങ്കര രസ. എത്രയോ സ്ഥലത്താണ് പറഞ്ഞത്. ഫൽയൗമല്ലദീന ആമനൂ മിനൽ കുഫാരി യദ്ഹഖൂൻ അലൽ അറായികി യൻളുറൂൻ തഅരിഫു ഫീ വുജൂഹിഹിം നദ്റത്തൻ നഈം. ഭയങ്കര തഅരിഫു. അവരിങ്ങനെ സോഫകളിലിരുന്ന് അഭിമുഖമായിരുന്ന് ഇങ്ങനെ സംസാരിക്കും. അവരുടെ മുഖം കണ്ടാൽ അറിയാം അതിങ്ങനെ ശോഭിച്ച് നിൽക്കുകയാണ് മുഖം. ഭയങ്കരമായിരിക്കും. ഒരു ദുഃഖം ഉണ്ടാവില്ല, ഒരു വേദനയുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അതാണ് ഒരു മുഖത്തിൻ്റെ ആളുകൾ. രണ്ടാമത്തേത് നേരെ തിരിച്ചുള്ളതാ പറഞ്ഞു. അപ്പോൾ വുജൂഹു യൗമഇദിൻ അലൈഹ ഗബറ. അലൈഹ ഗബറ, പൊടി പുരണ്ട, ഒരു തരം കറുത്ത പൊടി പുരണ്ട മുഖം. മനസ്സിലായില്ലേ? ഒരു സ്ഥലത്ത് ഖുർആനിൽ പറയുന്നുണ്ട് അന്നമാ ഉഗ്ശിയത് ഖിത്അൻ മിനൽ ലൈലി മുദ്ലിമാൻ. രാത്രിയുടെ ഒരു കഷ്ണം മുറിച്ചെടുത്ത് അവരുടെ മുഖത്ത് വെച്ച മാതിരിയുണ്ട്. രാത്രി എന്ന് പറഞ്ഞാൽ ഇരുട്ടാണല്ലോ. രാത്രിൻ്റെ ഒരു കഷ്ണം മുറിച്ചെടുത്ത് മുഖത്ത് വെച്ച മാതിരി ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. എന്താ കാര്യം? അവരുടെ ഉള്ളെന്താണ്? കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം. ഉള്ളിൽ റാനാണ്, ഹൃദയത്തിൽ എന്താണ്? ഇരുട്ടാണ്. ഹൃദയമൊക്കെ ഒരേ കളറുമാണ്. അപ്പോൾ ആ ഹൃദയത്തിൻ്റെ, നമ്മൾ സാധാരണ പറയാറില്ലേ മുഖം എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സിൻ്റെ കണ്ണാടിയാണ്. അതന്നെ. എൻ്റെ ഉള്ളിലുള്ളത് എന്താ? ഇതാണ്. ആരാണ് അവർ? ഉലൈക ഹുമുൽ കഫറത്തുൽ ഫജർ. എന്തുകൊണ്ടാണ് അവർക്ക് അവരുടെ മുഖം അങ്ങനെ ആയത്? അവർ കഫറത്തുകളുമായി ഫജറത്തുകളുമായി.
മനസ്സിലായില്ലേ? കഫറ പറഞ്ഞാൽ നമ്മൾ രണ്ടർത്ഥം പറഞ്ഞാൽ അവർ നിഷേധിച്ചു, അല്ലെങ്കിൽ അവിശ്വസിച്ചു, അല്ലെങ്കിൽ നന്ദികേട് കാണിച്ചു. അവരുടെ ഹൃദയം മോശമായിരുന്നു, അതുകൊണ്ടാണ് അവർക്ക് നന്ദികേട് കാണിക്കേണ്ടി വന്നത്. മനസ്സിലായില്ലേ? അവരുടെ ഹൃദയം മോശമായിരുന്നു, അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ആകേണ്ടി വരുന്നത്. ഉലൈക ഹുമുൽ കഫറത്തുൽ ഫജറ, ഫാജിറുകളാണ് അവർ, ഫുജാറുകളാണ് അവർ. മനസ്സിലായില്ലേ? തോന്യാസികളാണ്. അതൊരു വല്ലാത്ത അവസ്ഥയായിരിക്കും. അവരുടെ രൂപം അങ്ങനെയായിരിക്കും. അപ്പോൾ രണ്ട് മുഖം ഭയങ്കര ക്ലിയറായിട്ടാണ് ഈ പിക്ചർ ഇങ്ങനെ അള്ളാഹു വരച്ചു തരുന്നത്. നമ്മൾ ഏതിൽ പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുക, നമ്മൾ മനസ്സിലാക്കുക. അതാണ് വജൂഹു യൗമഇദിൻ മുസ്ഫിറ, സന്തോഷമുള്ള പ്രസന്നമായ മുഖങ്ങൾ. ഇത് സത്യത്തിൽ ഈ പ്രസന്നത എന്ന് പറയുന്നത് പുറത്ത് വരുന്നതല്ല, പുറത്ത് മാത്രം കാണുന്നതല്ല. അത് ഈമാനിൻ്റെ പ്രകാശമാണ്. ഈമാനിൻ്റെ പ്രകാശമാണ്. ഈമാൻ കൊണ്ട് കിട്ടുന്ന സമാധാനത്തിൻ്റെ പ്രകാശമാണ്. ഉള്ളിലുള്ള സത്യസന്ധതയുടെ പ്രകാശമാണ്. ദാഹിക്കത്തുൻ മുസ്തബ്ഷിറ. എന്താ ചിരിക്കാൻ കാരണം? എന്താ സന്തോഷം? രക്ഷപ്പെട്ടല്ലോ എന്നാ. രക്ഷപ്പെട്ടല്ലോ, എങ്ങോട്ടാ പോകാൻ പോണ്? നീ ഖാലിദീന ഫീഹ എന്നുള്ള സുഖമാണ് എല്ലാ കാലത്തും ഉള്ള. സുബ്ഹാനല്ലാഹ്, രക്ഷപ്പെട്ടു എന്ന് തോന്നാൻ കാരണം എന്താ? അവൻ്റെ അമലുകൾ സ്വീകരിക്കപ്പെട്ടതായി അവൻ അറിയാണ് അവിടെ വെച്ച്. അതാണല്ലോ ഏറ്റവും വലുത്, അമലുകൾ മഖ്ബൂലായി എന്ന്. പിന്നെ ആ ഖിയാമത്തിലെ എല്ലാ ഭയങ്ങളിൽ നിന്നും അവനെന്തായി? മോചിതനായി. അതിന് പുറമെ അള്ളാഹുവിൻ്റെ തൃപ്തിയും അള്ളാഹുവിൻ്റെ ജന്നത്തും ആ സുവിശേഷം, ആ സന്തോഷം അവൻ കേൾക്കുകയാണ്. അതാണ് ആ മുഖത്തിൻ്റെ പ്രകാശം വരാനുള്ള കാരണം. ഒരു കാരണമല്ല. ഒന്നാമത്തെ കാരണം അവൻ്റെ അമലുകൾ കബൂലായതായിട്ട് അവൻ അനുഭവപ്പെട്ടു. അതാണ് ഒന്നാമത്തെ കാരണം. കബൂലല്ലാത്ത അമലുകൾ ഒരു കാര്യമില്ലല്ലോ. രണ്ടാമത്തേത്, എല്ലാ ഭയങ്ങളിൽ നിന്നും അവൻ മോചിതനായി, ഇനി പേടിക്കാനില്ല. മൂന്നാമത്തേത്, അള്ളാഹുവിൻ്റെ റിദ്വാൻ, തൃപ്തി, അതുപോലെ അള്ളാഹുവിൻ്റെ ജന്നത്ത്, അതുകൊണ്ടുള്ള സുവിശേഷം അവന് കിട്ടി. മരിക്കുമ്പോൾ തന്നെ കിട്ടുമല്ലോ, ഇന്ന സ്ഥലത്താണ് എൻ്റെ സീറ്റ് എന്ന് പറഞ്ഞുതരും. അതാണ്. പിന്നെ വുജൂഹു യൗമഇദിൻ അലൈഹ ഗബറ, ചില മുഖങ്ങളിൽ അന്ന് പൊടി പുരണ്ടിരിക്കും, നിന്ദ്യതയായിരിക്കും, അവർ നിന്ദ്യതയായിരിക്കും, പ്രയാസമായിരിക്കും. തർഹഖുഹ ഖതറ, ഇരുളുമൂടിയ മുഖങ്ങൾ. മനസ്സിലായില്ലേ? ഇരുള് എന്ന് പറഞ്ഞാൽ എന്താ? അവനിങ്ങനെ കാണുകയാണ്, എങ്ങോട്ടാ എനിക്ക് പോകാനുള്ളത്, ഇനി എൻ്റെ കഥ കഴിഞ്ഞല്ലോ. ആ ഒരു സങ്കടമാണ്. ഉലൈക ഹുമുൽ കഫറത്തുൽ ഫജറ. അപ്പോൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം എന്ന് വെച്ചാൽ, നോക്കൂ, ഈ നമ്മൾ പറഞ്ഞ സംഗതി, മനസ്സിൻ്റെ കണ്ണാടിയാണ് മുഖം. ഖിയാമത്ത് നാളിലും അങ്ങനെയാണ്, ദുനിയാവിൽ മാത്രമല്ല. മനസ്സിലായില്ലേ? രണ്ടാമത്തേത്, അവർക്ക് അപ്പോൾ സന്തോഷിക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? ദുനിയാവിൽ അവർ കുറച്ച് പ്രയാസപ്പെട്ടിട്ടുണ്ടാവും, ക്ഷീണിച്ചിട്ടുണ്ടാവും. എല്ലാവരും ചെയ്യണത് ചെയ്യാൻ പറ്റില്ല, എല്ലാവരും കുടിക്കാൻ പറ്റില്ല, എല്ലാവരും കാണാൻ പറ്റില്ല. അതന്നെ. മനസ്സിലായില്ലേ? മൂന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദുനിയാവിൽ നമ്മൾ ഒരുപാട് ചിരിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? പക്ഷെ ദുനിയാവിൽ ചിരിച്ചതൊക്കെ സന്തോഷം കൊണ്ടായിരുന്നില്ല. ആണോ? ചിരിക്കാൻ വേണ്ടി ചിരിച്ചിട്ടുണ്ട്, നമ്മളെ കുറേ ആൾ ചിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പിന്നെ ഫലിതം കേട്ട് ചിരിച്ചിട്ടുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള സന്തോഷം കൊണ്ടാണ്. അല്ല, നമ്മൾ ശരിക്കും ചിരിക്കാൻ നമുക്ക് ദുനിയാവിലല്ല, ആഖിറത്തിൽ വെച്ച് ചിരിക്കാൻ കഴിയണം. ആഖിറത്തിൽ വെച്ച്, ദുനിയാവിൽ നമ്മൾ കുറച്ച് ചിരിച്ചാൽ മതി. ഫല്യദ്ഹകൂ ഖലീലൻ, ഖുർആൻ അങ്ങനെ പറഞ്ഞു. ഫല്യദ്ഹകൂ ഖലീലൻ വല്യബ്കൂ കസീറ. കുറച്ച് ചിരിക്ക്, കുറേ കരഞ്ഞോളി ദുനിയാവിൽ വെച്ച്. എന്നാലേ ആഖിറത്തിൽ വെച്ച് എന്താക്കാൻ പറ്റുള്ളൂ? ചിരിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, നമ്മൾ ഏത് മുഖത്തിൻ്റെ ഉടമകളായിട്ടായിരിക്കും അള്ളാനെ കാണുക? രണ്ട് മുഖം പറഞ്ഞല്ലോ, ഏത് മുഖമായിരിക്കും? നമ്മളെപ്പോഴും മനസ്സിലാക്കുക, നമ്മുടെ മുഖം, നമ്മുടെ സ്വലാത്ത്, നമ്മുടെ നമസ്കാരം, നമ്മുടെ അമലുകളൊക്കെ നമ്മുടെ മുഖത്ത് പ്രകാശമുണ്ടാക്കും. മനസ്സിലായില്ലേ? നാം ചെയ്യുന്ന തെറ്റുകളും കുറ്റങ്ങളുമൊക്കെ നമ്മുടെ മുഖം വിവർണമാക്കും, ഇരുണ്ടതാക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, ഏത് മുഖത്തിൻ്റെ ഉടമകളാകണം
നമ്മൾ എന്ന്. മനസ്സിലായില്ലേ? അങ്ങനെയാണ് ഈ സൂറത്ത് അവസാനിക്കുന്നത്. അപ്പോൾ വളരെ ചെറിയ സൂറത്താണ്, പക്ഷേ സുബ്ഹാനല്ലാഹ് ഒരുപാട് ആശയങ്ങൾ, ഒരുപാട് സംഗതികൾ ജീവിതത്തിൽ ഓരോ ആയത്തും ഞാൻ പറഞ്ഞപ്പോൾ ജീവിതത്തിൽ അതിൽ നമുക്ക് പകർത്താൻ ഒരുപാട് കാര്യമുണ്ട്. നമ്മൾ ഈ അവസാനത്തെ സംഗതി ഉണ്ടല്ലോ, ഫഇദാ ജാഅത്തിസ്സാഖ മുതൽ, അതാണ് ശരിക്കും ഇതിൻ്റെ പ്രധാന വശം എന്ന് പറയുന്നത്. ഈ സൂറയുടെ ഏറ്റവും പ്രധാന വശം അതാണ് നമ്മളെ പരിവർത്തിപ്പിക്കുക, നന്നാക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഈ സൂറത്ത് കൂടുതൽ ഞാനീ പറഞ്ഞെന്ന് മാത്രമല്ല, കുറച്ചുകൂടി നിങ്ങൾ ഇനി വായിക്കുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് കിട്ടും. ഈ ആശയം വെച്ച് നിങ്ങളിത് വായിക്കുമ്പോൾ, ഉള്ളിൽ വെച്ച് വായിക്കുമ്പോൾ അല്ലാഹു തആല എങ്ങനെ ഇട്ടുതരും. ഇത് നിങ്ങൾ പുസ്തകം വായിക്കാനൊന്നും പോണ്ട, ക്ലാസ്സൊന്നും കേൾക്കാനും പോണ്ട. നമ്മുടെ ഈ ഹൃദയം പരിശുദ്ധമാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് അല്ലാഹു തആല ഇങ്ങനെ ഇട്ടുതരും. ഇത് ഒരിക്കൽ വായിക്കുമ്പോൾ കിട്ടണമല്ല, പിന്നെ വായിക്കുമ്പോൾ കിട്ടുക. ഒരിക്കൽ ഓതുമ്പോൾ കിട്ടണമല്ല, പിന്നെ ഓതുമ്പോൾ. നിങ്ങളിതിങ്ങനെ വെച്ച്, ഞാൻ പറഞ്ഞ ഈ ആശയം വെച്ച് ഇതിങ്ങനെ വായിച്ച് നോക്കി, അപ്പോൾ ശരിക്കും നമുക്കിങ്ങനെ കിട്ടും. എങ്ങനെയാണ്? അതാണ് ഖുർആൻ്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞത്. ഖുർആൻ്റെ പ്രത്യേകത അതാണ്. ഒരിക്കൽ നമ്മൾ വായിക്കുമ്പോൾ കിട്ടണമല്ല, പിന്നെ വായിക്കുമ്പോൾ കിട്ടും. ഒരേ വാക്കൊക്കെ ആയിരിക്കും, പക്ഷേ അതിൻ്റെ ആശയം വേറെയാണ് കിട്ടുക, ചിന്ത വേറെ ആയിരിക്കും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ഇനിയും ഖുർആൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സല്ലല്ലാഹു വസല്ലം അലാ റസൂലിഹി നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.